കോഴിക്കോട് എന്റെ കേരളം പ്രദർശനമേളയ്ക്ക് തുടക്കം. ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ വൻ ജനപങ്കാളിത്തമാണ്. 1,00,000-ലേറെ ചതുരശ്രയടി വിസ്തൃതിയുള്ള പവലിയനാണ് ഒരുക്കിയിരിക്കുന്നത്. 500-ലേറെ പ്രദർശന വിപണന സേവന സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദീപക് ധർമ്മടവും രാഹുൽ സുരേഷും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹായ്, ഗുഡ് ഈവനിങ്. എന്താണ് ഈ വൈകുന്നേരത്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് കാര്യം എന്നുള്ളതാണ്. കോഴിക്കോട് ബീച്ചിൽ അടിപൊളിയായ ഒരു മേള നടക്കുകയാണ്. എൻ്റെ കേരളം പ്രദർശനമേളയാണ്. സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് കോഴിക്കോട് ബീച്ചിൽ ഇത്തരത്തിലുള്ളൊരു മേള ഒരുക്കിയിരിക്കുന്നത്. ആ കോഴിക്കോടിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യം അത് നമുക്കൊന്ന് എലിക്യാമിൽ കാണാം. അപ്പം നമ്മൾ ആ കോഴിക്കോടിൻ്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് പ്രദർശന മേളയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ പ്രദർശന മേളയ്ക്ക് പോകാൻ എനിക്കൊരു അടിപൊളി കൂട്ടുകാരൻ കൂടി വേണം. എൻ്റെ ഒരു സഹപ്രവർത്തകൻ കൂടി വരികയാണ്. രാഹുൽ സുരേഷ്. ഹായ് രാഹുൽ. ഹായ്, നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രദർശനം ഭയങ്കരമാണ്, ഗംഭീരാണെന്ന് കേൾക്കുന്നുണ്ട്. എന്താ ഒരു ഫീഡ്ബാക്ക്? ആഘോഷ നാളുകളാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിന്. കോഴിക്കോടിന് എന്നും ആഘോഷമാണ്. ഇടുക്കിക്കാരനായ രാഹുലിനെ അറിയാലോ, കോഴിക്കോട് എന്നും ഒരു സെലിബ്രേഷൻ ആണ്, എൻജോയ്മെന്റ് ആണ്. അപ്പൊ അതിനൊരു കൂടി നൽകുകയാണ്. അതെ അതെ. ഓരോ ദിവസവും 10,000-ങ്ങളാണ് ബീച്ചിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ ആഘോഷങ്ങളെ കൂടുതൽ ആവേശകരമാക്കാനാണ് ഈ എന്റെ കേരളം പ്രദർശനം. അപ്പൊ നമ്മൾ കൂടുതൽ പറയുന്നില്ല, പ്രദർശന മേളയിലേക്ക് നമ്മൾ പോവുകയാണ്. രാഹുൽ പോയാലോ? ഓക്കെ. രാഹുൽ ശ്രദ്ധിച്ചോ, വലിയ തിരക്കാണ് ബീച്ചിൽ. നമ്മളിപ്പോൾ പ്രദർശനത്തിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ വലിയ തിരക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഈ മേളയിൽ ജനപങ്കാളിത്തം ഭയങ്കരമാണല്ലേ? അവധി ദിനമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മാതാപിതാക്കളുടെ കൂടെയൊക്കെ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏതാണ്ട് ആയിരങ്ങളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കയറി വരുന്നത്. കവാടത്തിലേക്ക് പോകാൻ വേണ്ടി, നമ്മളിതിനകത്തേക്ക്, അതായത് എക്സിബിഷൻ ഹാളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കാണ് നമ്മളിത് കാണുന്നത്. ആദ്യം 2 ദിവസം ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെയാണ് തിരക്ക്. ഇനിയും ദിവസങ്ങൾ, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേളയാണ് അവർ റെഡി ആക്കുന്നത്. അപ്പോൾ അതും പ്രത്യേകിച്ച് വെക്കേഷൻ സമയം. അതെ, മാത്രമല്ല രാത്രി സമയങ്ങളിൽ ഇനിയും കൂടുതൽ തിരക്കേറും. കാരണം വിവിധ തരത്തിലുള്ള പരിപാടികൾ, ദൃശ്യ കലാപരിപാടികളൊക്കെ ഉണ്ട്. അത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, സർക്കാരിൻ്റെ വാർഷികമാണ്. പക്ഷേ സർക്കാരിൻ്റെ വാർഷികമാണെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് ഈ മേള മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കുടുംബങ്ങൾ കൂട്ടമായി എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പൊതുവിൽ ഒരു ജനപങ്കാളിത്തം ഭയങ്കര ജനപങ്കാളിത്തമാണല്ലോ. പക്ഷേ ഗംഭീരാണ്. കോഴിക്കോടൊക്കെ നെഞ്ചേറ്റി കഴിഞ്ഞത്. എന്താണ് പൊതുവെ പ്രദർശനം? കാണാൻ തന്നെ വലിയ തിരക്കാണ്. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പം രാഹുൽ, നമ്മളിപ്പം വരുമ്പോൾ തന്നെ ജനങ്ങളെ നമ്മൾ കാണുമ്പോൾ തന്നെ ഉള്ള കണ്ട കുടുംബങ്ങൾ കൂട്ടമായി എത്തുകയാണ്. പ്രദർശനത്തിന് വന്നതാണോ? അതെ, വലിയ രീതിയിലുള്ള പങ്കാളിത്തമുള്ള പ്രദർശനം. നമ്മളിപ്പോൾ പ്രദർശനത്തിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ, പക്ഷേ വലിയ തിരക്ക് കാണുന്നത്. സർക്കാർ അത്രയും വലിയൊരു ഇതാണല്ലോ നമ്മളെ ഒരുക്കിയത്. അതുകൊണ്ട് അത് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ കേരളം പ്രദർശനത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുൻപുള്ള തിരക്കാണ് കാണുന്നത്. അതായത് ജനം നെഞ്ചിലേറ്റി കഴിഞ്ഞ ഒരു പ്രദർശനമായി. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഇതിനോടകം തന്നെ കഴിഞ്ഞു. അപ്പം വരുന്നവർക്ക് നഷ്ടമാകില്ല. വലിയ പവലിയൻ, അതിൽ 500ഓളം സ്റ്റാൾ. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് കയറാം. ഓക്കെ. പ്രദർശനം നന്നായിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പം ഇവിടുത്തെ റൈറ്റിങ്സ് ആണെങ്കിലും കോഡ്സ് ആണെങ്കിലും ഇപ്പം ഇവിടെ സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതാണ്. സന്തോഷമുണ്ട്. ഞാൻ ഇതിനു മുന്നേ വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്റ്റോൾസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ ആണെങ്കിലും പോലീസിൻ്റെ സെക്ഷൻ അടിപൊളിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പ്രദർശന നഗരിക്കകത്താണ്, എക്സിബിഷൻ ഹാളിനുള്ളിലാണ്. നല്ല ചൂടാണ് പുറത്ത്, പക്ഷേ ഉള്ളിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ആസ്വദിച്ച് ആനന്ദിച്ച് പ്രദർശനം കാണാം. എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റും. ആ ഒരു കാലാവസ്ഥയിലാണ് ഇതിൻ്റെ അകത്തെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ നഗരിയാണ്. അത് മധുരമായാൽ, ഹലുവയായി കഴിഞ്ഞാൽ, ബിരിയാണി ആയി കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാം, കോക്ടെയിലുകൾ വരെ ഗംഭീരമായ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കാനുള്ള നഗരിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായുള്ള മേളയിൽ വലിയ ഭക്ഷ്യമേള കൂടി നടക്കുന്നുണ്ട്. എങ്ങനെയാണ് രാവിലെ ഇത്? അടിപൊളിയാണ്. കാരണം ഞാൻ ഗേറ്റ് കടന്ന് വന്നപ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് അവിടെ അടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ അതിലൊരു കാര്യം എന്താ പറയുക, നമ്മളൊന്ന് ജസ്റ്റ് ക്യാമറ ഒന്ന് ജയൻ കല്യാശ്ശേരി അങ്ങോട്ട് പാൻ ചെയ്താൽ കാണാം. രാജസ്ഥാൻ ഭക്ഷ്യ വിഭവങ്ങളാണ് ഇവിടെ.
ഭക്ഷ്യമേളയുടെ കാര്യത്തിൽ വളരെ കൃത്യമായൊരു ഇടപെടൽ, നല്ല ആസൂത്രണത്തിലുള്ള ഇടപെടലാണ് കുടുംബശ്രീ നടത്തിയത്. കുടുംബശ്രീ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ നമ്മളോടൊപ്പം ചേരാം. എങ്ങനെയുണ്ട് മേള? 2 ദിവസമായി നമ്മളിപ്പോൾ ഭക്ഷ്യ കോർട്ടുകൾ ആരംഭിച്ചിട്ട് കോഴിക്കോടിൻ്റെ ഒരു കടൽ തീരം എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ, ഭക്ഷണപ്രിയരായിട്ടുള്ള കോഴിക്കോട്ടുകാർ ഈ ഫുഡ് കോർട്ടിലേക്ക് എത്തുന്നുണ്ട്. വലിയൊരു വരുമാനം ഞങ്ങളുടെ സംരംഭകർക്ക് ഫുഡ് കോർട്ട് കൊണ്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു രാഹുൽ. ഒരു ബീച്ച് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. എൻ്റെ കേരളം പ്രദർശനത്തിനെത്തിയാൽ എല്ലാവർക്കും ബീച്ച് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഭക്ഷ്യവിഭവങ്ങൾ, അത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രുചിയേറുന്ന ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലൊരു അവസരമാണ്. ഭക്ഷണപ്രിയരായ എല്ലാവരോടും ഇതും പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്കും പറയാനുള്ളത്. അപ്പം പ്രദർശനം എന്ന് പറഞ്ഞാൽ അത് വെറും കാഴ്ചയിൽ മാത്രമല്ല, അത് നല്ല രുചികരമായ ഭക്ഷണം കൂടി കഴിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും.